ഞാനും ഭയങ്കര ദൈവം അലോട്ട് ചെയ്യേണ്ടത് ഭയങ്കര പിശുക്കായിട്ടാണ്, ഭയങ്കര സപ്ലൈ ഷോർട്ടാണ്. ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യവഹാരിക സാധാരണ ജീവിതമില്ലേ, അതിൻ്റെയും കുന്നായ്മകളും അതിൻ്റെ ഒരു തടസ്സങ്ങളും തട്ടുകേടുകളൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെ മനസ്സിലാക്കി വളരെ ഒരു ഗ്രീൻ ചാനലിലൂടെ ജീവിതം കൊണ്ടുപോകണമെങ്കിലും പരിശുദ്ധാത്മ മസ്റ്റാണ്. ഈ നിങ്ങൾ ഉടമ്പടിയിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കലേ, അത് ഉടമ്പടിയുടെ ഒരു ആചാരം പോലെ വായിച്ചു വിടരുത്. അത് പരിശുദ്ധാത്മ നിറയാൻ വേണ്ടിയാണ് വായിക്കേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ടു ഫാൻ ഇൻടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞില്ലേ വായിച്ചത്, 2 തിമോത്തിയോസ് 1:6. എന്താണെന്നറിയാവോ, പരിശുദ്ധാത്മാവ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് നമ്മുടെ മനസ്സിനെ റീഫോർമാറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ദൈവവചനം വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ വചനം എടുത്തേ. 2 പത്രോസ് 1:20-21. അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ഇപ്പം ദൈവത്തിൻ്റെ മനുഷ്യൻ സംസാരിച്ചതാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രോഡക്റ്റാണ് ഈ വചനം എന്ന് പറയണത്. എൻ്റെ കയ്യൊപ്പിലൂടെ നിങ്ങൾക്ക് ഊതിക്കത്തി ദൈവിക വരം കയ്യൊപ്പിൽ ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിവേ. എങ്ങനെ നമ്മൾ ഊതിക്കത്തിക്കും? ഊതിക്കത്തിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയ വചനം നമ്മൾ ആത്മാവിൽ വായിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഊതിക്കത്തിക്കപ്പെടും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അല്പം കുറവാണെന്ന് എൻ്റെ പവർഫുൾ അല്ലെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പമാർഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പാട്ടുപാടുകയല്ല, കർത്താവ് പരിശുദ്ധാത്മാവ് എഴുതിയ വചനം എടുത്ത് 10 കുറേ നേരം വായിക്കണം. അതാണ് ഉടമ്പടിയിൽ വചന വായന പൊരുൾ.